കഴിഞ്ഞ് പിന്നെ ഇതാണ് എൻ്റെ ഈദ് ഹെന്ന. പിന്നെ പെരുന്നാൾ ഫോട്ടോഷൂട്ടിങ്ങിലായിരുന്നു കേട്ടോ. കറങ്ങിയിട്ട് ഇരുന്നിട്ടൊക്കെ എടുത്തു കൊടുക്കൽ തന്നെയായിരുന്നു പരിപാടി. പിന്നെ നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. ഇങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങളാരും ലൈക്ക് ചെയ്യാണ്ട് പോവരുത്. എല്ലാവരും കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ലൈക്ക് പോലും കിട്ടണില്ല. ഒരു വർഷമായി ഞാൻ ഇതിൻ്റെ പുറകിലിറങ്ങിയിട്ട്. സത്യം പറയട്ടെ, ചെറുതായിട്ടൊക്കെ മടുത്തു വന്നു. പക്ഷെ ഞാൻ തളരൂല. പിന്നെ താഴെപ്പേരയിലൊക്കെ പോയി അമ്മായിൻ്റെ പെരക്ക് പോയ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ നേരെ താഴെപ്പേരക്ക് പോയി. നമ്മളെ കുടുംബക്കാരൊക്കെ അടുത്തടുത്തായതുകൊണ്ട് കുറേ ആൾക്കാരുടെ അടുത്ത് പോകാനുണ്ടാവും. പിന്നെ നമ്മളെ കസിൻസൊക്കെ വന്നിട്ടായിരുന്നു. ഓരോ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അവരെ വീഡിയോയിൽ പെടുത്തണം എന്ന്. അതുകൊണ്ടാട്ടോ ഞാൻ പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ റേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ താഴെ വൈഫൈ വലിക്കാൻ പോയത് കേട്ടോ, താത്താനെ കെട്ടിച്ചിരുന്ന വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തിരുനെല്ലി നെട്ടറ പാലത്തിലേക്ക് പോയി ഫോട്ടോയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ മാം പ്രത്യേകിച്ച് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എടുത്തിരിക്കുന്നു കേട്ടോ മാമ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ പഞ്ചായത്ത് മഹൽ ഫുള്ളുണ്ട്. തിരുനെല്ലി പഞ്ചായത്ത് മഹൽ ഫുള്ള് നെട്ടറ പാലത്തിലെത്തിക്കണം. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കാം. ഞങ്ങൾ വിചാരിച്ച ആരും ഉണ്ടാവില്ല, സ്വസ്ഥതയിൽ ഫോട്ടോയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ലേന്നു. എന്നിട്ടും നമ്മൾ 10-200 ഫോട്ടോ എടുത്തിക്കുന്നു. വൈകുന്നേരം നെട്ടറ പോവാന്നുള്ള ചെറിയൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ നിൽക്കില്ല. വൈകുന്നേരം അവിടെ പോയിട്ട് എടുക്കാമല്ലോ, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വയലും മലയൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടും ആൾക്കാർ പോവാനുള്ള കാരണം. എൻ്റെ താത്താക്ക് നടന്ന് വരുന്ന ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. ഫോട്ടോഷൂട്ട് അവിടെ പോയിട്ട് എൻ്റെ നാട്ടുകാരെ പോലും നോക്കുന്നില്ല എൻ്റെ താത്ത, ഫുൾ എടുക്കുകയായിരുന്നു. പിന്നെ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അവരെന്തോ അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഓബിജാലിൻ്റെ താഴെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ എല്ലാവരും പുഴയിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ മാമന്മാരും ഞാനും മാത്രമേ ഇറങ്ങാത്തുണ്ടായിട്ടുള്ള ഒരു കൂട്ടത്തിൽ. എന്താ വെച്ചാൽ എൻ്റെ ജീൻസ് നനഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടി കയറാൻ പറ്റൂല. മാമൻ്റെ മക്കളാണെങ്കിലോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കയറുന്നില്ല. ഇറ്റ് വരുമ്പോൾ 2 കാട്ടീനെയും കണ്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.